തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും ലൈഫ് മിഷൻ 2.0 പ്രഖ്യാപിച്ചും 60 പരിപാടികളുമായി LDFന്റെ പ്രകടന പത്രിക. സ്ത്രീകൾക്ക് 50% ജോലി ഉറപ്പാക്കുന്നതിനൊപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റുമാണ് വാഗ്ദാനം. കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പരിധിയില്ലാത്ത ചികിത്സയും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുന്നതിനു പുറമെ നെല്ലിന്റെയും നാളികേരത്തിന്റെയും താങ്ങുവില ഉയർത്തുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. വികസനത്തിനും ക്ഷേമത്തിലും ഊന്നി 60 പരിപാടികളും 950 നിർദ്ദേശങ്ങളുമായാണ് LDFന്റെ പ്രകടന പത്രിക. നിലവിലെ വികസന തുടർച്ച വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം പ്രത്യേക പരിഗണന ആവശ്യമുള്ള മേഖലകൾക്ക് പ്രകടന പത്രികയിൽ ഊന്നലുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ അടുത്ത ഘട്ടമായി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് വാഗ്ദാനം. UDFന്റെ കാലത്ത് 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 2000 ഓർമ്മിപ്പിക്കുന്ന പ്രകടന പത്രിക അധികാരത്തിലെത്തിയാൽ 3000 ഉയർത്തുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. വീട്ടമ്മമാർക്ക് സാമ്പത്തിക സഹായം, സ്വയം തൊഴിലവസരങ്ങൾ, സേവന മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക ഘടനയെ വലിയ തോതിൽ സ്വാധീനിച്ചത്. കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കും. കാരുണ്യ പദ്ധതിയുടെ 5 ലക്ഷം രൂപയുടെ പരിധി നീക്കി പരിധിയില്ലാത്ത ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കും. സ്ത്രീകളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസ മേഖലയിലും വാഗ്ദാനമുണ്ട്. 20 ലക്ഷം വീട്ടമ്മമാർക്ക് തൊഴിൽ നൽകും. കുടുംബശ്രീയുടെ ലിങ്കേജ് വായ്പാ പരിധി 10,000 കോടിയിൽ നിന്ന് 20,000 ഉയർത്തും. അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ ഉറപ്പു നൽകുന്ന ക്യാമ്പസ് പ്ലേസ്മെന്റ്, സംരംഭകർക്ക് തൊഴിൽ രഹിത വായ്പ എന്നിവയും വാഗ്ദാനം ചെയ്യുന്നു. അടിസ്ഥാന രംഗത്ത് ഏകദേശം 2 ലക്ഷം കോടി നിക്ഷേപ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ദേശീയപാത വികസനം, വിഴിഞ്ഞം തുറമുഖം, K4 ഇവയെല്ലാം കേരളത്തിൻ്റെ ഭാവി സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായി മാറുകയാണ്. കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങാകുമെന്നാണ് പ്രകടന പത്രികയിലെ മറ്റൊരു ഉറപ്പ്. നെല്ലിന്റെ താങ്ങുവില 35ഉം നാളികേരത്തിന്റേത് 45 ഉയർത്തും. റബ്ബറിന്റെ താങ്ങുവില 300 മലയോര മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കുന്നതിന് നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നും പ്രകടന പത്രികയിലുണ്ട്. ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകൾക്കും കുട്ടനാടിനും തീരദേശത്തിനുമുള്ള പാക്കേജുകൾ തുടരും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ യാഥാർത്ഥ്യമാക്കുന്നതിനു പുറമെ അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമവും തുടരും. മീഡിയ മോണിറ്ററിംഗും ഫാക്ട് ചെക്കിങ്ങിനും സ്വതന്ത്ര സംവിധാനം രൂപീകരിക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.